എനിക്ക് ഏകദേശം ഒരു 10-2000 കുഞ്ഞുങ്ങൾ ഒരു മാസം ഇറങ്ങി പോകുന്നുണ്ട്. 50, 80, 60 ഒന്നും പ്രതീക്ഷിക്കണം. 30 മിനിമം കിട്ടും. അതെ, ഗ്യാരണ്ടിയാണ്. എല്ലാം ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഇതിന്റെ സ്കിന്ന്, മെയിനായിട്ട് ഇതിന്റെ സ്കിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റ് അത് ആരെങ്കിലും അറിയണ്ടേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. പൂനൊക്കെ ആണെങ്കിൽ 1200 മേലെ മോഹവില വരെ വരുന്നുണ്ട്. പൊതുവെ ആരും ലാഭമാണെന്ന് പറയാത്ത ഒരു കൃഷിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കരിങ്കോഴി വളർത്തൽ. നമ്മൾ നേരത്തെ ഈ ഫാമിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രോ, കരിങ്കോഴി വളർത്തൽ ലാഭമാണ്? തീർച്ചയായിട്ടും ലാഭമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് ഏകദേശം ഒരു 10-2000 കുഞ്ഞുങ്ങൾ ഒരു മാസം ഇറങ്ങി പോകുന്നുണ്ട്. അത് നിങ്ങളൊരു ട്രേഡറാണ്, അതായത് കരിങ്കോഴിയെ വിൽക്കുന്ന ആളായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ലാഭമായിട്ട് പോകുന്നത്. ഈ വളർത്തുന്നവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ കസ്റ്റമേഴ്സിന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും മാർക്കറ്റ് ചെയ്യണം. അതെ, എന്ത് സാധനമായാലും നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ 10 പേര് അറിയണം. അതെ, അറിഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമ്മളെ നോക്കി വരത്തുള്ളൂ. അതെ. അപ്പോൾ ഈ പറയുന്ന പോലെ 80-100 രൂപയ്ക്കൊക്കെ മുട്ട വിൽക്കുന്ന ആൾക്കാരുണ്ടോ? അത് ഇപ്പോഴും ഉണ്ട്. 60 രൂപയ്ക്ക് മുട്ട വയ്ക്കുന്ന ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് 30 രൂപയാണ്. ഇവിടെ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 30 രൂപ കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ 60 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെ, നമ്മൾ മാർക്കറ്റിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് മാറുന്നത്. അതെ, അതായത് ഞാനും മനസ്സിലാക്കിയ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് ആരും ചോദിക്കത്തില്ല കരിങ്കോഴി മുട്ട ഉണ്ടോന്ന്. അതെ, നമ്മൾ ജെനുവൻ ആയിട്ട് കച്ചവടം ചെയ്യുക. നമ്മൾ എന്ത് സാധനം ആയാലും നമ്മൾ ഉള്ള കാര്യം പറഞ്ഞ് നമ്മൾ കൊടുക്കുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ മേടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ വീട്ടിൽ വളർത്തിയിട്ട് മാത്രം കാര്യമില്ല, ഈ സാധനത്തിനെ പറ്റി 10 പേര് അറിയണം. അതെ, നിങ്ങളിത് ഫേസ്ബുക്കെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റെങ്കിലും ഇട്ടാലേ നമ്മൾ ആൾക്കാർ അറിയത്തുള്ളൂ നമ്മളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ശരിക്കും ഇതിപ്പോൾ എത്ര പ്രായമുള്ള കുട്ടികളാണ് ഈ കൈ? ഇത് ഏകദേശം 1.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. 1.5 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ എന്ത് റേറ്റിന് ഇവിടുന്ന് കൊടുക്കും? ഇതൊക്കെ 200 രൂപയാണ് വില വരുന്നത്. 200 രൂപ. ഈ ഒരു ടൈപ്പിൽ ഒരു 10-2000 കുട്ടികൾ ഒരു മാസം പോകും. ഒരു മാസം 1.5 മാസം ഉണ്ടാവും, 2 മാസം ഉണ്ടാവും, 2.5 മാസം ഉണ്ടാവും. അങ്ങനെ പല പ്രായത്തിലുള്ള കുട്ടികൾ. ശരിക്കും ഇതിന്റെ നമ്മൾ എന്തൊക്കെ നോക്കിയെടുക്കണം? ഒരു കരിങ്കോഴി നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിച്ചോണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നായാലും മേടിച്ചോണ്ട് പോകണം, എന്തൊക്കെ നോക്കിയാണ് എടുക്കുന്നത്? സാധാരണ നമ്മൾ നോക്കുന്നത് ഇതിന്റെ കണ്ണ്, ഇതിന്റെ ഈ കോഴി എന്നിട്ട് ഒന്ന് പറഞ്ഞേക്കാവോ? ഇതിന്റെ കണ്ണ്, ഇതിന്റെ പൂവ്, ഇതിന്റെ നഖങ്ങള്, ഇതെല്ലാം ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഇതിന്റെ സ്കിന്ന്, മെയിനായിട്ട് ഇതിന്റെ സ്കിന്നാണ് വരുന്നത്. ശരി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി എടുക്കണം. ഈ ഒരു പ്രായത്തിൽ നമുക്ക് അത് മാത്രമേ നമുക്ക് നോക്കിയെടുക്കാനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ എപ്പോഴും സെയിലിനുള്ളതല്ലേ? അതെ, 1.5 മാസം പ്രായം മുതൽ നമ്മൾ സെയിലിനുണ്ടാവും. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മാർക്കറ്റിംഗ് ഇപ്പം പല ആൾക്കാർ നഷ്ടമാണെന്ന് പറയുന്നില്ലേ, അത് മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യാതെ ആരെങ്കിലും അറിയണ്ടേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. പിന്നെ ഇതിന് ഈ ഗുണഗണങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുള്ളതാണോ? തീർച്ചയായിട്ടും ഒത്തിരി ഗുണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഗുണങ്ങൾ വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഉണ്ടാക്കാനായിട്ട്, മുട്ടയാണെങ്കിലും അതിനൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ അങ്ങനെ ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഈ മരുന്ന്. പേരൻസ് ആയാലും കുഞ്ഞുങ്ങളായാലും എല്ലാം ആ ഒരു കോഴിക്കും ഡിമാൻഡ് ഉണ്ട്. അത് പൂവനാണോ പിടയ്ക്കാണോ? രണ്ടും വെച്ച് മരുന്നുണ്ടാക്കുന്നുണ്ട്, മുട്ട വെച്ച് മരുന്നുണ്ടാക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മളോട് അത് പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഈ ഓരോ ആൾക്കാർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും മനസ്സിലാവുന്നത്. പുതിയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ കരിങ്കോഴി അതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആ സമയത്തൊക്കെ നമുക്കൊരു മോഹവില എന്ന് പറയുന്ന സംഭവം അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അതിനും നല്ലൊരു സാധ്യതയാണ്. കാരണം ഈ പൂവനൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒത്തിരി ഉണ്ട്. ഈ മോഹവിലയ്ക്ക് വിൽക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് പൂവനൊക്കെ നല്ല മോഹവിലയ്ക്ക് വിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേരളം. അതെ, തീർച്ചയായിട്ടും ഒത്തിരി അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ പാരന്റ് സ്റ്റോക്കിനെ കണ്ടാലോ? തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ കണ്ട കോഴി വളർന്നു കഴിയുമ്പോൾ ഏകദേശം ഇതുപോലൊക്കെ ആകുമല്ലേ? അതെ, വലിയ കോഴിയാണ്. ഇപ്പം പാരന്റ് സ്റ്റോക്കിലുള്ളതാണ്. നമ്മുടെ പാരന്റ് സ്റ്റോക്കിലുള്ളതാണ്. ഇത് മുട്ടയിട്ട് തുടങ്ങിയതാണല്ലേ? മുട്ടയിട്ട് തുടങ്ങി നമ്മുടെ പാരന്റ് സ്റ്റോക്കിലുള്ള കോഴി. ഈ ഒരു കോഴി എന്ത് വില വരുന്നുണ്ട്? ഇതൊക്കെ 800 രൂപ, 900 രൂപ റേറ്റൊക്കെ വരുന്നത്. 800-900 ഫീമെയിലാണ്. ഫീമെയിലിന് എത്ര വരുന്നുണ്ട്? സാധാരണ ഒരു മുട്ടക്കോഴിയുടെ വിലയൊന്നും അല്ല. 800-900 രൂപ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പൂവനൊക്കെ ആണെങ്കിൽ 1200 മേലെ മോഹവില വരെ വരുന്നുണ്ട്. 1200 മേലെ? 1200 മേലെ വരുന്നത്. പിന്നെ മോഹവില എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവര് നമ്മള് ചോദിക്കുന്ന വില അവർ എടുത്തിട്ട് പോകാനും തയ്യാറാണ്. അതിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നാൽ എത്ര രൂപ വരെയൊക്കെ നിങ്ങൾ വിറ്റിട്ടുണ്ട്? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ എത്ര രൂപ വരെയൊക്കെ വിറ്റിട്ടുണ്ട്? അത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എന്തായാലും 1200 മേലെ വരെ നമ്മൾ വിറ്റിട്ടുണ്ട്. മേലെയാണ് തുടങ്ങുന്നത്. അതെ. ഓക്കെ, ഇതിന്റെ ഒരു ക്വാളിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഈ നേരത്തെ നമ്മൾ കണ്ട് ഈ ഇതിന്റെ കറുപ്പ് നിറം പല ഭാഗങ്ങളിലായിട്ട് കണ്ടു. പക്ഷേ ഈ വലുതായി കഴിയുമ്പോൾ അത് നിലനിൽക്കുമെന്ന് അറിയണം. നിലനിൽക്കുന്നുണ്ടല്ലോ. അതാ പൂ നോക്കി, കണ്ണ് നോക്കി, ഇതിന്റെ നഖങ്ങൾ നോക്കി. നഖം കുത്തോ? ഇല്ല, അഴുക്കല്ലേ? അഴുക്കാണ്. ചെളിയിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കും. അതാണ് കാണാൻ പറ്റും, എന്നാലും കാണാൻ പറ്റും. കറുപ്പ് ചിറകിന്റെ അടിഭാഗം കാണിച്ചാൽ ഇതിന് വായ്ഭാഗം കറുപ്പാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഷെയ്ഡ് വരുന്നുണ്ട്. വായ്ഭാഗം കറുപ്പാണ്. ഞാൻ പിടിക്കുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ പിടിച്ചിട്ടുണ്ടോ?
ചിറകിന്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതെല്ലാം ഇത്ര എല്ലാം കറുപ്പായിട്ട് അതാണ് നല്ല കറുപ്പാണല്ലോ. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ വലിയ കോഴികൾ ഉണ്ടാവുമോ കൊടുക്കാൻ? വലിയ കോഴികൾ നമ്മൾ എപ്പോഴും കാണത്തില്ല. എപ്പോഴും ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു പോയി. നമ്മൾ എപ്പോഴും ചിക്സ് ആണ് നമുക്ക് നമ്മുടെ ഉണ്ടാവും. അതെ അല്ലേ. എപ്പോഴും ഏകദേശം നേരത്തെ പറഞ്ഞ 2000 എന്നൊക്കെ. അപ്പോൾ ഇനി ഓർഡർ കൂടുതലാണെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള ഉൽപ്പാദനം നമ്മുടെ കയ്യിൽ നടക്കും. നമ്മുടെ എല്ലാം എത്ര നമ്പേഴ്സ് പറഞ്ഞാലും നമ്മൾ കൊടുക്കാനുണ്ടാവും. എത്ര നമ്പേഴ്സ് പറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോൺടാക്ട്സ് ഉണ്ടാവുമല്ലോ. കാരണം ഈ ഫീൽഡിൽ നിൽക്കുന്ന കുറേ പേരായിട്ട് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇതുകൊണ്ടാണ്. അതെ. അപ്പോൾ ശരിക്കും ഇത് വളർത്തിയാൽ ഒരു ലാഭം ഉണ്ടാകാൻ പറ്റും. തീർച്ചയായിട്ടും. മാർക്കറ്റ് ചെയ്താൽ മതി. ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അതാ പറയുന്നത്. എന്തായാലും നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. നിങ്ങളിൽ ഉണ്ടെന്നൊരു 10 പേര് അറിയണം. 10 പേര് അറിയണം. ഇതെന്താണെന്നും 10 പേര് അറിയണം. എന്നാലും നമുക്ക് ഇതിന്റെ ഗുണങ്ങളും 10 പേര് അറിയണം. അപ്പോൾ നല്ലൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും. മുട്ട മാർക്കറ്റിൽ എത്ര രൂപ വരെ വിൽക്കാൻ പറ്റും? അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പണ്ടത്തെ 50, 80, 60 എല്ലാം വിട്ടോളാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിനിമം എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? ഞാൻ കൊടുക്കുന്നത് 30 രൂപയ്ക്ക്. വലിയ കഥയൊന്നും പറയുന്നില്ല. 30 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. 30 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ 50, 80, 60 ഒന്നും പ്രതീക്ഷിക്കണം. 30 മിനിമം കിട്ടും. അതെ, ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പോൾ മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല അടിപൊളി വീഡിയോയുടെ നമ്പറിൽ വിളിച്ചോളൂ.